ഹരേ കൃഷ്ണ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാൻ ലീലാപുരുഷോത്തമനാണ്. ഭഗവാൻ എന്തെല്ലാം ലീലകളാണ് ഭഗവാൻ ചെയ്യാമെന്ന് ഭഗവാന് തന്നെ അറിയില്ല. അങ്ങനെയാണ്, അത്രയും മനോഹരമാണ് ഭഗവാന്റെ ഓരോ ലീലകളും. മാധവദാസ് എന്നുള്ള ആ ഭക്തനുമായിട്ട് ഭഗവാൻ ചെയ്തിട്ടുള്ള ലീലകൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ലീലകളാണ്. ഒരിക്കൽ മാധവദാസ് അദ്ദേഹം ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം ശാരീരികമായിട്ട് വല്ലാത്ത ആ പ്രശ്നങ്ങൾ വന്നു ചേർന്നു. വയറിന് തീരെ സുഖമില്ല, അങ്ങനെ ഒരവസ്ഥ വന്നു ചേർന്നു. അപ്പോൾ എന്ത് മരുന്ന് കഴിച്ചിട്ടും അത് ഭേദാവണില്ല. അവസാനം മാധവദാസിന് ഭഗവാനെ പൂജിക്കാൻ വരാൻ പറ്റാത്ത അവസ്ഥ വന്നു ചേരണു. എഴുന്നേൽക്കാൻ പറ്റില്ല, കിടക്കുന്ന മലമൂത്രങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് തന്നെ പോവുക. ആരോഗ്യം വളരെ ക്ഷീണിച്ചു, ഒന്നും വയ്യാതെ വരാൻ പറ്റാതെയായി. അപ്പോൾ അമ്പലത്തിലെ അധികൃതർ പറഞ്ഞു, അമ്പലത്തിലെ ആളുകൾ, പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ആളുകൾ പറഞ്ഞു, പണ്ഡിറ്റ്ജി അങ്ങ് കുറച്ച് ദിവസം വിശ്രമിക്കൂ, ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് അങ്ങ് വന്നാൽ മതിയെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ ആ 15 ദിവസം ആ മാധവദാസ്ജി അദ്ദേഹത്തിൻ്റെ ഗത്തിൽ ആരും അദ്ദേഹത്തിന് ഇല്ല, വേറെ ആരും ഇല്ല, ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം കഴിയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് ലീവ് എടുത്തിട്ട് പോയി ക്ഷേത്രത്തിൽ നിന്നും. എന്നിട്ട് അദ്ദേഹം അവിടെ സ്വന്തം അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ ചെറിയ കുടിലാണ് അവിടെ അദ്ദേഹം കഴിയുന്ന ആ സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു ബാലൻ അവിടെ വരികയാണ്. അത് പറയുകയാണ്, ഞാൻ അങ്ങയ്ക്ക് വേണ്ട പണ്ഡിറ്റ്ജി, ഞാൻ അങ്ങയ്ക്ക് വേണ്ട എന്തെങ്കിലും സേവ ചെയ്യാൻ തയ്യാറായിട്ടാണ് വരുന്നത്, അങ്ങയ്ക്ക് എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. അത് ഒന്നും അദ്ദേഹം പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹം പറയണില്ല മാധവദാസ്. അപ്പം ആ ചെറിയ കുട്ടി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്തു. ആഹാര സമയത്തിന് കൊടുക്കുക, പിന്നെ മലമൂത്രങ്ങളൊക്കെ അതെല്ലാം വൃത്തിയാക്കുക, തുടയ്ക്കുക, ശരീരമൊക്കെ വൃത്തിയാക്കുക, അതിന് ഭക്ഷണം കൊടുക്കുക അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മടിയിലൊക്കെ ഇരുത്തിയിട്ടാണ് പറഞ്ഞു ഈ കുട്ടി സേവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15 ദിവസത്തെ ആ സേവ കഴിഞ്ഞപ്പോഴേക്ക് മാധവദാസ്ജിക്ക് വളരെ പെട്ടെന്ന് ഈ അസുഖങ്ങളൊക്കെ ഭേദമായി അദ്ദേഹത്തിന്. അപ്പോൾ പറഞ്ഞു, ഇനി എനിക്ക് തിരക്കുണ്ട്, ഞാനൊന്ന് പോവട്ടെ എന്ന് ആ കുട്ടി ചോദിക്കുകയാണ്. ബാലൻ ചോദിച്ചു, ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം ചെയ്യാം, അങ്ങയ്ക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ ആവശ്യമുണ്ടല്ലോ ആഹാരത്തിനൊക്കെ ആയിട്ട്, പ്രസാദം ഉണ്ടാക്കാനായിട്ട്, അത് ഞാൻ വാങ്ങിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ പോയിട്ട് രാവിലെ പോയിട്ടും വൈകുന്നേരമായിട്ടും ഇവിടെ തിരിച്ചു വരുന്നില്ല, ആ കുട്ടി തിരിച്ചു വരുന്നില്ല. അപ്പോൾ എന്താണ് തിരിച്ച് വരാതിരിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് മാധവദാസ്ജി ചെന്ന് വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് ആ വാതിലിൻ്റെ അടുത്തായിട്ട് അദ്ദേഹത്തിന് വേണ്ട ഒരു ദിവസത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ദിവസത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് മാർക്കറ്റിൽ പോയി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടീനെ അദ്ദേഹം വെയിറ്റ് ചെയ്യാണ്, കാണുന്നില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞതോടുകൂടി അദ്ദേഹം എന്നാലും ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ അതിഭയങ്കരമായിട്ടുള്ള തിരക്ക് ക്ഷേത്രത്തിൽ. എന്താണ് ഈ തിരക്ക് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ എന്ത് സംഭവിച്ചു, ഇത്ര തിരക്കെന്താ? ജഗന്നാഥൻ്റെ രഥയാത്രയുടെ തിരക്കാണ് ഇവിടെ കാണുന്നത്. എന്താണ് ഈ രഥയാത്ര കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരക്ക് ചോദിക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ ആ പ്രധാനപ്പെട്ട ആളുകൾ പറയാം മാധവദാസ്ജിയോട്, അതെ 15 ദിവസമായിട്ട് ക്ഷേത്രം അടഞ്ഞു കിടക്കുകയായിരുന്നു, ജഗന്നാഥൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അടഞ്ഞു കിടക്കുകയായിരുന്നു ക്ഷേത്രം. ഇന്നാണ് ക്ഷേത്രം തുറന്നത്. ആ തുറന്ന സമയത്ത് ആളുകൾ ഭഗവാന്റെ ദർശനം പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ എത്രയോ ദിവസമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ദർശനത്തിന് വന്നിട്ടുള്ള ആ തിരക്കാണ് ഇവിടെ എന്ന് പറയാണ്. നോക്കണേ, 15 ദിവസം ഈ മാധവദാസ്ജി ക്ഷേത്രത്തിൽ വിട്ടു നിന്നപ്പോഴേക്ക് ഭഗവാന് തൻ്റെ ഭക്തനെ കാണാതിരിക്കാൻ സാധിക്കില്ല, കാണാതിരിക്കാൻ പറ്റണില്ല ഒട്ടും. അപ്പം ആ ഭക്തൻ്റെ സേവയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ
ആ ക്ഷേത്രം വിട്ട് ഭക്തൻ്റെ അടുത്ത് പോയിട്ട് നോക്കണേ, ഭക്തനെ കുളിപ്പിക്കുക, അത് മലമൂത്രങ്ങളൊക്കെ എല്ലാം വൃത്തിയാക്കുക, അദ്ദേഹത്തിനെ തുടപ്പിക്കുക, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുക, ഭക്തന് വേണ്ടി ഭഗവാൻ സേവ ചെയ്യുക. ഭക്തദാസൻ എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മാധവദാസ്ജിയുടെ കഥ. ഇത് അഷ്ടസഖാക്കളിൽ ഒരാളാണ് മാധവദാസ്ജി എന്നുള്ളത് കൊണ്ട് ഭഗവാനേക്കാൾ കൂടുതൽ തൻ്റെ കൂട്ടുകാരനെ, സുഹൃത്തിനെ സ്നേഹിക്കുന്നു. അതാണ് അത്ഭുതകരമാണ് ഈ കഥ. അപ്പോൾ നമ്മൾ ഈ കഥകളൊക്കെ എന്തിനാണ് കേൾക്കുന്നത്? അപ്പം ഭഗവാൻ യേ യഥാമം പ്രബദ്ധന്തി താം തഥൈവ ഭജാമ്യഹം എന്ന് പറയാറുണ്ട്. എങ്ങനെയാണോ നമ്മൾ ഭഗവാനെ കണക്കാക്കുന്നത് അതേപോലെ ഒരു റെസിപ്രോക്കേഷൻ എന്ന് പറയും. അത് അനുകൂലമായിട്ടുള്ള പ്രതികരണം ഭഗവാനിൽ നിന്നുണ്ടാവും. അപ്പോൾ അനുകൂലമായ പ്രതികരണം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം ഭഗവാനെ വിളിക്കണം, ഭഗവാനെ ആശ്രയിക്കണം. ഭഗവാനെ ആശ്രയിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാവുന്നു എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഭഗവാൻ നമ്മൾക്ക് സാന്ത്വനം തന്നുകൊണ്ട് എപ്പോഴും നമ്മളുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ആപത്ത് വരുന്ന സമയത്ത് ഭഗവാൻ ഏറ്റവും കൂടുതൽ നമ്മളുടെ ചേർത്ത് നിർത്തും. അതാണ് ഭഗവാന്റെ എന്തെന്നില്ലാത്ത കരുണ വൈഭവം. ജഗന്നാഥൻ്റെ ഈ വൈഭവങ്ങൾ പറഞ്ഞാൽ അവസാനിക്കില്ല. നമ്മൾക്ക് ഇനിയും ഇതിനെക്കുറിച്ചിട്ട് പറയണം, ഇതിനെക്കുറിച്ചിട്ട് നമ്മൾക്ക് കേൾക്കണം, അറിയണം എന്നാണ്. കാരണം ഈ കലിയുഗത്തിൻ്റെ അവതാരം എന്ന് വെച്ചാൽ ജഗന്നാഥനാണ് അവതാരം. സങ്കീർത്തന അവതാരമായിട്ടുള്ള സാക്ഷാൽ ചൈതന്യ മഹാപ്രഭുവും പിന്നെ ജഗന്നാഥ ഭഗവാനും ജഗന്നാഥ ബലദേവ സുഭദ്ര ഈ അവതാരമാണ് കലിയുഗത്തിലെ അവതാരം എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.